2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. 2 പത്രോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. മതി. എല്ലാവർക്കും ചേർന്ന് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന വാക്യം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചേ. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. ഒരു വട്ടം കൂടി ഞാൻ വായിക്കാം. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം ആമേൻ വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. മനസ്സിലായോ? ഈ വാക്യം മനസ്സിലായോ? നമ്മൾക്കൊരു വിശുദ്ധ കൽപ്പന എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? അറിഞ്ഞു. ഇതാണ് കൽപ്പന. ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ പോകണം എന്നുള്ള ഒരുപാട് കൽപ്പനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൽപ്പന നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതനുസരിക്കുകയോ അതിനെ ആചരിക്കുകയോ ചെയ്യുന്നില്ല. ആമേൻ. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ അവർക്ക് എന്തല്ല, നമുക്കെന്തല്ല? നല്ലതല്ല. നല്ലതല്ലെന്ന് മാത്രമല്ല, അനുഗ്രഹത്തിനപ്പുറമായിട്ട് ശാപം, വിടുതലിനപ്പുറമായിട്ട് നാശം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇത് പുതിയ നിയമത്തിലെ വാക്കാണ്. പത്രോസ യേശുവിനോട് കൂടെ 3.5 വർഷത്തോളം നടക്കുകയും പ്രത്യക്ഷത്തിൽ അപ്രത്യക്ഷതയിൽ ജീവിത അവസാനം വരെയും യേശു ക്രിസ്തുവുമായിട്ട് ബന്ധം പുലർത്തുകയും പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുകയും ചെയ്ത അഭിഷിക്തനായിരിക്കുന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ്, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ട് കളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അറിഞ്ഞവന് കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ ശിക്ഷാവിധി വരും, കൂടുതൽ അടികൊള്ളും. കേട്ടോ പ്രതിമക്കളെ? അറിഞ്ഞിട്ട് അത് നമുക്കറിയാം, അത് ചെയ്യരുത് എന്നുള്ളത് അറിയാം. എങ്കിലും എന്ത് ചെയ്യുക? ഒന്നും പറയേണ്ട പാസ്റ്ററെ, അങ്ങനെ പറയരുതെന്നൊക്കെ പലപ്പോഴും ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നീ സൂക്ഷിച്ചോളണം, നിങ്ങൾ സൂക്ഷിച്ചോളണം, ഞാൻ സൂക്ഷിച്ചോളണം. ചെയ്യരുത് എന്ന് സ്വർഗത്തിലെ ദൈവവും വിശുദ്ധ വേദപുസ്തകം അത് എഴുതി വെച്ചിട്ട് നീ അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഇന്ന് ലോകപരമായിട്ടൊരു നിയമമുണ്ട്. കാറിൽ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ ഫ്രണ്ടിലിരുന്ന് സഞ്ചരിക്കുന്നവർക്ക്, ബേക്കിലും ഉണ്ട്, സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ കാറിൽ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന റോഡ് ടാക്സ് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാറിനകത്ത് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ആ സീറ്റിന്റെ എന്ത് ചെയ്യണം? ഇതാര് പറഞ്ഞിരിക്കുന്ന നിയമമാണ്? സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമാണ്. നമ്മൾ ഈ നിയമം പാലിക്കുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ ക്യാമറയിലോ അവരുടെ കണ്ണിലോ പെട്ടാൽ നമ്മളെ പിടിച്ചു നിർത്തും. എന്നിട്ടൊരു പെനാൽറ്റി തരും, ഒരു പിഴ തരും. വീണ്ടും നമ്മൾ ഇതെന്ത് ചെയ്യും? ആവർത്തിക്കുകയാണെന്നിരിക്കട്ടെ, 2ാം വട്ടവും ചിലപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇതെന്ത് ചെയ്യുകയാണ്? ആവർത്തിക്കുകയാണ്. ചിലപ്പോൾ ലൈസൻസ് എന്ത് ചെയ്യും? നീ ഓടിക്കണ്ട, നീ റോട്ടിൽ കൂടി എന്ത് ചെയ്യണ്ട? സഞ്ചരിക്കണ്ട. നീ സഞ്ചരിക്കുമ്പോഴല്ലേ ഈ നിയമം നിനക്ക് പാലിക്കാൻ കഴിയാത്തത്? സ്റ്റോപ്പ് ചെയ്യുക. നിന്റെ ലൈസൻസ് എന്ത് ചെയ്യുക? റദ്ദാക്കുകയാണ്. അങ്ങനെയല്ലേ നിയമം? നമ്മുടെ നിയമം സാധാരണ മാനുഷിക നിയമത്തിന് അനുസരിച്ച് ഞാൻ പറയുന്ന കാര്യമാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നിയമമുണ്ട്, എല്ലാത്തിനും. അപ്പോൾ റോട്ടിലെ നിയമം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നത് കൊണ്ട് ഹെൽമറ്റ് ധരിച്ചും സീറ്റ് ബെൽറ്റ് ധരിച്ചും നമ്മളുടെ വാഹനങ്ങളിൽ ഇതാർക്ക് വേണ്ടിയാണ് പറയുന്നത്? ഇതാർക്ക് വേണ്ടിയാണ് പറയുന്നത്? നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ഹെൽമറ്റ് ധരിച്ച് സഞ്ചരിക്കാൻ പറഞ്ഞ റോഡിലെ കുഴിയിൽ വീണ് അല്ലെങ്കിൽ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് നിന്റെ തല തകർന്ന് നീ മരിക്കാതിരിക്കേണ്ടതിനാണ്. റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ നീ ഹെൽമറ്റ് ധരിക്കാൻ സർക്കാർ നിന്റെ ബുദ്ധി ഉപദേശിക്കുന്നത്. അത് നിനക്ക് ദോഷമായി കണ്ടിട്ട് നീ അത് ഉപയോഗിക്കാതെ പോയി സ്തോത്രം ക്ഷണത്തിൽ ഛേദിക്കപ്പെട്ടാൽ ക്ലെയിം പോലും കിട്ടത്തില്ല. ഇപ്പോഴത്തെ നിയമം അങ്ങനെയാ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും
നീ തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്തതും നിയമം പാലിക്കാത്തതും നിമിത്തം നിനക്കത് ലഭിക്കാൻ ചാൻസ് ഇല്ല. റോഡുകളിൽ വെള്ളവരകളൊക്കെയും വീതിയിൽ വരച്ചിട്ടിരിക്കുന്ന സ്ഥലം കാണും, സീബ്ര ക്രോസ. അവിടെ വെച്ച് നീ ആരെങ്കിലും ഇടിച്ച് ആ വ്യക്തിത്വത്തിന് ഹാനി സംഭവിച്ചു എന്നാൽ കാര്യം പോക്ക. അവിടെ വരുമ്പോൾ നിന്റെ വാഹനം നിർത്തണം. യാത്രക്കാരൻ പോയതിന് ശേഷമേ നിനക്ക് പോകാൻ പാടുള്ളൂ. സ്തോത്രം. പാസ്റ്റർ ഇന്ന് വെഹിക്കിൾമാർ പറയുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. അടുത്തത് വരുന്നു. അടുത്ത കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾക്കത് മനസ്സിലായതിനു ശേഷം അതിനെ മനസ്സിലാക്കാത്ത പോലെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ നമ്മളത് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാമത്തെ അധ്യായം 16 മുതൽ താഴേക്ക് നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാമത്തെ അധ്യായം 16 മുതൽ താഴേക്ക് നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസര്യ പുരോഹിതനും അവനോടുകൂടി ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യനായ പുരോഹിതന്മാർക്കത്രേ. മതി. ഇവിടുത്തെ പശ്ചാത്തലം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു വാക്യമാണത്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉസിയാവെന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് യെശയ്യാവ് ഉസിയാവിനെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. ഉസിയാവ് മരിച്ച ആണ്ടിൽ യഹോവയുടെ സിംഹാസനം ഉയർന്നും പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നു. ആമേൻ, സ്തോത്രം, ആമേൻ. അന്ന് മന്ദിരത്തിനകത്തളത്തിൽ വലിയ സന്തോഷം. സാറാഫുകൾ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടിക്കൊണ്ട യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന ശബ്ദമൊക്കെയും അവിടെ കേൾക്കുന്നതായിട്ട് യെശയ്യാവ് പ്രവചിച്ചു പറയുന്നുണ്ട്. ആമേ. ഉസിയാവ് തന്റെ ജീവപര്യന്തം കുഷ്ഠരോഗിയായിട്ടാണ് കൊട്ടാരത്തിൽ രാജാവായിട്ട് വാഴേണ്ടവൻ കൊട്ടാരത്തിന് അപ്പുറത്തായിട്ട് തനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്ഥലം പണിത് അതിനകത്ത് ശിഷ്ടകാലം കഴിച്ച് കുഷ്ഠരോഗിയായി മരിച്ചൊരു ചരിത്രം വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. ഇവന്റെ വാഴ്ച തുടങ്ങുന്നത് ചെറുപ്രായത്തിലാണ്. ഈ മനുഷ്യൻ വാഴ്ച തുടങ്ങുന്നത്. സ്തോത്രം. 7 വയസ്സുകാരൻ രാജ്യത്തെ ഭരിച്ച ചരിത്രമുണ്ട്. 12 വയസ്സുകാരൻ രാജ്യത്തെ ഭരിച്ച ചരിത്രമുണ്ട്. ഇവന്റെ വയസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ എത്ര വയസ്സുണ്ടവന്? 16 വയസ്സ്. വെറും പ്രായപൂർത്തി എന്ന് പറയുന്ന നമ്മുടെ ഈ കണക്കിൽ 18ഉം 21ഉം അല്ല, വെറും 16 വയസ്സുള്ള ഉസിയാവെന്ന് പറയുന്ന ഒരു പയ്യനെ, 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പയ്യനെ കൊണ്ടുവന്ന് ആ ജനത്തിന്, ആ രാജ്യത്തിന് രാജാവാക്കി വാഴിക്കുകയാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു മനുഷ്യന് 16 വയസ്സുകാരന് രാജ്യത്തെ ഭരിക്കാൻ അസാധ്യമാണ്. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ 16 വയസ്സെന്നല്ല, 2 വയസ്സുകാരനെ കൊണ്ടുപോലും പരിശുദ്ധ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ചരിത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്താളുകളാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വിവേകമല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ജ്ഞാനമല്ല, സർവശക്തനായ ദൈവത്തിന്റെ ഭുജബലത്താൽ അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഭോഷന്മാരെ ജ്ഞാനികളാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. 16 വയസ്സുകാരനായിരിക്കുന്ന ഉസിയാവെ കൊണ്ടുവന്ന് രാജാവാക്കി മാറ്റുകയാണ്. ഇവൻ ദൈവത്തിന്റെ വഴികളിലെല്ലാം നടന്നു. കഴിവ് കുറഞ്ഞ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലതിലും വിധേയപ്പെടും. നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്നൊരു ചിന്ത വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഗർവിക്കുന്നത്. ഞാൻ വീണ്ടും വെഹിക്കിളിൻ്റെ ഇതിലേക്ക് വരിക. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? 4 വീലർ പഠിച്ചിട്ടുണ്ടോ? 2 വീലർ പഠിച്ചിട്ടുണ്ടോ? ലൈസൻസ് ഇല്ലേ? പഠിക്കാൻ പോയ കാലഘട്ടത്തിലേക്കൊന്ന് ചിന്തിക്കാമോ നിങ്ങൾക്ക്? പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സാറ് ഇങ്ങനെ പഠിപ്പിച്ചു വരും. ഇത് ആക്സിലേറ്ററാണ്, ഇതിൽ അമർത്തിക്കഴിയുന്ന ഇതെന്ത് ചെയ്യും?
വാഹനം മുമ്പിലേക്ക് പോകും. ഇത് ബ്രേക്കാണ്, ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ വാഹനം എന്ത് ചെയ്യും? നിൽക്കും. ഇത് ക്ലച്ചാണ്, ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഇത് അമർത്തിയിട്ട് വേണം ആ ഗിയർ ചേഞ്ച് ചെയ്യാൻ. ആമേൻ, സ്തോത്രം. എന്നുള്ള ഇത് സ്റ്റിയറിംഗ് ആണ്, വാഹനത്തിൻ്റെ ഗതി നിയന്ത്രിക്കണം സാധനമാണ് ഈ സംഭവം. എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ട് വളരെ ഭയത്തോടുകൂടി ആ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ, റൈറ്റ് സൈഡിലെ സീറ്റിൽ നമ്മൾ ഇരിക്കും. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ കാലിലും എന്തുണ്ട്? അദ്ദേഹത്തിൻ്റെ കാലിലും ഉണ്ട് ഒരു ബ്രേക്ക്, പ്രൈസ് ദി ലോർഡ്, ഒരു ക്ലച്ച്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ആക്സിലേറ്റർ മാത്രമാണ് നമ്മുടെ കാലിലുള്ളത്, ഒരു ക്ലച്ചും ബ്രേക്ക് ഇദ്ദേഹത്തിൻ്റെ കാലിലുണ്ട്. ഇങ്ങനെ വാഹനം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യ സമയങ്ങളിൽ, ആദ്യത്തെ 1-ാമത്തെ ദിവസം കുഴപ്പമില്ല, 2-ാമത്തെ ദിവസം കുഴപ്പമില്ല, 3-ാമത്തെ ദിവസം കുഴപ്പമില്ല, 4-ാമത്തെ, ഒരു മാസമായി നമുക്ക് ഏകദേശം പഠിച്ച് ഒരുമാതിരിയൊക്കെ ആയെന്നൊരു തോന്നൽ വരുമ്പോൾ ഈ സാർ അധ്യാപകൻ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതുമേ കയറി പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടത്തില്ല. ഒരു മാസം കഴിഞ്ഞ് 2-ാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ പറയും, ഈ പുറത്തിറങ്ങിയിട്ട് സാർ എന്താ കാണിക്കും? ഞാൻ മര്യാദക്ക് എന്ത് ചെയ്യായിരുന്നു? ഓടിക്കായിരുന്നു. ആ മനുഷ്യൻ പിടിച്ച് ഇങ്ങാട് എന്ത് ചെയ്ത് തിരിച്ചു കളഞ്ഞു. ഞാൻ റൈറ്റിലേക്ക് അമ്മയെ തിരിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് പിടിച്ചത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇദ്ദേഹം പിന്നെ സ്റ്റിയറിംഗെ പിടിക്കുന്നു. അപ്പോൾ കൂടെ ബാക്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, പഠിക്കാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക? ഓടിക്കുകയാണ് എന്നുള്ളൊരു അനുഭവം നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ വരും. ഈ വചനം അറിയാതിരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കും. കേൾക്കപ്പെടുന്ന വചനം വീട്ടിൽ ചെന്ന് പിന്നെയും പിന്നെയും വായിക്കും. ബൈബിൾ എടുക്കും, തുറക്കും, വായിക്കും, നോക്കും, മനസ്സിലാക്കും. ഇപ്പം ആരെങ്കിലും തുറക്കാറുണ്ടോ വീട്ടിൽ ചെന്നിട്ട്? ഈ പുസ്തകം വെച്ച ഇരട്ടവാലം കയറി ഞായറാഴ്ച വന്ന് ഇവിടെ നിന്ന് സങ്കീർത്തനം വായിക്കാൻ തുറക്കുന്ന സമയത്തായിരിക്കും പേടിച്ച്. കാരണം ഇതിനകത്തുനിന്ന് എന്ത് ചാടും? ഇരട്ടവാലം ചാടും. ആമേശ്വത വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യും? പുസ്തകം ഇരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആദ്യ നാളുകളിൽ ഭയഭക്തിയോടുകൂടി വചനം ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ വചനം തന്നെയാണ് ഇപ്പോഴും വിതക്കുന്നത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടുത്തിയ പാസ്റ്റർ തന്നെയായിരിക്കും ഇവിടെ നിന്ന് വീണ്ടും ശുശ്രൂഷിക്കുന്നത്. അന്ന് വളരെ ദൈവ ഭയത്തോടുകൂടി ഏറ്റെടുത്തിരുന്ന വചനങ്ങൾ ഇന്ന് ഏറ്റെടുക്കാൻ മടിയായിത്തീരുന്നു. കാരണം അറിയാം, നമുക്ക് അറിയാം. ഇതിന്റെ വൃത്താന്ത പുസ്തകമല്ലേ 26-ാം തീയതി ഉസയ്യാവല്ലേ, എനിക്കറിയാം പുള്ളിനെ കുറിച്ച് എനിക്കറിയാം. പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എക്സ്പീരിയൻസിലാണ് നമ്മൾ ഓടുന്നത്. പിന്നെ ആരെങ്കിലും ഒന്ന് അതിനെ തിരിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. എന്ത് ചെയ്യാം? അറിയാം. ഈ അറിവാണ് പ്രിയ മക്കളെ നിത്യതയിലേക്കുള്ള ഡോറ് അടച്ചു കളയുന്നത്. ആമേൻ. എന്നും ഒന്നും അറിയാത്തവനെ പോലെ ദൈവസന്നിധിയിരിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എടുക്കപ്പെടാം. എന്നും ഒന്നും അറിയാത്തവനെ പോലെ കേട്ടോ, ദൈവസന്നിധിയിൽ കർത്താവേ നീ എന്തെങ്കിലും ഏൽപ്പിച്ചു തന്നാൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആമേൻ. ഞാൻ അപ്രയോജന, അങ്ങനെയല്ലേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. വല്ലതും ചെയ്തു പ്രയോജനമുള്ളവൻ എന്നല്ല പറയുന്നത്. ഞാൻ ഇന്നും അപ്രയോജന ഭൃത്യനത്രേ, ഒന്നും അറിയാത്തവനായി. പൗലോസ് പറയുന്നു, മറ്റൊരു കാര്യത്തെക്കുറിച്ച് അറിയാത്തവനായി ക്രിസ്തു മാത്രം എന്ന് പറയുന്ന തലത്തിലേക്ക് ഒന്ന് എത്തിച്ചേരുവാൻ എത്ര വ്യക്തിത്വങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക. അപ്പൊ 16 വയസ്സുകാരനായിരിക്കുന്ന ഇവനെ കൊണ്ടുവന്ന് രാജാവാക്കി മാറ്റി. ആമേൻ. അവനെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ആദ്യ നാളുകളിലെല്ലാം. പിന്നത്തേതിൽ ഇവന്റെ കൈക്കീഴെ ആമേശ്വരം നല്ലൊരു സൈന്യമുണ്ടായി. നല്ലൊരു മിലിറ്ററി ഫോഴ്സ് ഇവൻ ഉണ്ടാക്കിയെടുത്തു. നല്ല രഥങ്ങൾ ഇവൻ സമ്പാദിച്ചു. നല്ല ആയുധങ്ങൾ ഇവൻ ആമേശ്വരത്തെ തീർപ്പിച്ചു. അങ്ങനെയുള്ള തലത്തിലൂടെയൊക്കെ കടന്നു പോന്നപ്പോൾ ഇവന്റെ ശ്രുതി പരക്കാൻ തുടങ്ങി. ഉസിയാവ് പ്രബലനായി, ഉസിയാവ് ബലവാനായപ്പോൾ അവന്റെ നാശത്തിനായിട്ട് അവന്റെ ഹൃദയം എന്ത് ചെയ്തു? വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നാൽ, അഹമെന്ന ഭാവം മനുഷ്യ മനസ്സിൽ കടന്നാൽ അധപ്പതനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആമേൻ. അധപ്പതനത്തിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഇന്ന് നിർത്തിയതായി നന്ദി. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ദീർഘകാലത്തേക്ക് ജീവനോടെ ഇരിക്കുമെന്നോ ചിരഞ്ജീവികളായിട്ട് ഭൂമിയിൽ തുടരുമെന്ന് ആരും ചിന്തിക്കരുത്. ഇന്ന് നിർത്തിയിരിക്കുന്ന ഈ സെക്കൻഡിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ.
അമേശ്വത നാളെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തെടുത്തേക്കല്ലേ. അത് ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. അമേശ്വത അവൻ അനുവദിച്ചാൽ നമുക്കത് ചെയ്യാം. അപ്പോ ഇവൻ ബലവാനായപ്പോൾ ഇവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഒന്ന് വായിക്കാമോ? 16, 17. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. സ്തോത്രം. ഇവിടെയാണ് സംഭവിച്ചത്. അപ്പോ 80 അസരിയ പുരോഹിതനടക്കം 80 പുരോഹിതന്മാർ ഒരുമിച്ച് ഇവന്റെ അടുക്കൽ കടന്നു ചെല്ലുക. ഇവൻ ആരാ? രാജാവാ. ഇന്നിവിടെ ആമേശ്വതം ഒരുപാട് ആത്മീക നേതൃത്വം വഹിക്കുന്ന പൂജാരിമാരുണ്ട്, ആമേശ്വത പുരോഹിതന്മാരുണ്ട്, മൗലവിമാരുണ്ട്, അങ്ങനെയുള്ള വിവിധ ഗണത്തിൽപ്പെടുന്ന ആമേശ്വര ആത്മീക ആചാര്യന്മാരുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അധികാരികളെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന പരമപ്രധാനമായൊരു സത്യമാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഇതൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ദൈവം പറഞ്ഞിരിക്കുന്ന അമിശ്വത പരമപ്രധാനമായ സത്യങ്ങളാണ്. അപ്പൊ അവർക്ക് മുകളിൽ കയറാൻ, ഞാനൊരു ആത്മീക ആചാര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമിശ്വതം അവർക്ക് മുകളിൽ കയറാനൊന്നും പ്രമാണം വിശുദ്ധ വേദപുസ്തകം തരുന്നില്ല. അപ്പോ എങ്കിലും ഇവൻ രാജാവായതുകൊണ്ട് പുരോഹിതന്മാരുടെ കൂട്ടം തന്നെ എഴുന്നേറ്റിട്ട് ഇവന്റെ അടുക്കൽ കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉസിയാവേ നീ ഇത് ചെയ്യരുതേ. ഉസിയാവേ നീ ഇത് ചെയ്യരുതേ. 17-ാമത്തെ വാക്യം വായിച്ചേ. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും. എന്തുകൊണ്ട് ഈ ധൈര്യശാലികളായ അവരെന്ന് പറയുന്നത്? രാജാവിനെ ഇടിച്ച് താഴ്ത്തിടാനുള്ള ധൈര്യമുള്ളവരാണോ? അല്ല, രാജാവിന്റെ അടുക്കലൊന്ന് ചെന്നത് പറയാനുള്ള ധൈര്യം, രാജാവിന്റെ അടുക്കൽ കടന്ന് എന്ന് ഇതൊന്ന് അവതരിപ്പിക്കാനുള്ള ധൈര്യമുള്ള 80 പുരോഹിതന്മാര് 80 മാത്രമാണോ? ഇല്ലെന്നേ. 100 കണക്കിന് 1000കണക്കിന് പുരോഹിതന്മാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ധൈര്യമുള്ള 80 പേര് അസിരിയാവോടുകൂടെ അടുത്ത് ചെന്നിട്ട് അവനോട് പറഞ്ഞു, ഇത് സ്വതം ചെയ്യരുത്. ഉസിയാവേ ഇത് ചെയ്യരുത്. ഇത് അഹരോന്യ പുരോഹിത വിഭാഗത്തിന് വേണ്ടി മാത്രം സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നീ അത് ചെയ്യരുത്. ആമേൻ. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 39-40 വാക്യത്തിലേക്കൊന്ന് വന്നേ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 39-40 വാക്യത്തിലേക്കൊന്ന് വന്നേ. വേഗത്തിൽ. 14-ന്റെ 39. 7-ാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം. ഇല്ല. സ്തോത്രം. ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം 16-ന്റെ 39. സോറി, വെന്തുപോയവർ ധൂപം കാട്ടിയ താമ്ര കലശങ്ങൾ പുരോഹിതനായ എലയാസർ എടുത്ത് അഹരോന്റെ സന്നിധിയിൽ അല്ലാത്ത യാതൊരു അന്യനും യഹോവയുടെ സന്നിധിയിൽ ധൂപം അഹരോന്റെ സന്തതിയിൽ അല്ലാത്ത യാതൊരു അന്യനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാണിപ്പാൻ അടുക്കുകയും കോരഹിനെയും അവന്റെ കൂട്ടരെയും പോലെ ആകുകയും ചെയ്യാതിരിക്കേണ്ടതിന്. ഒന്നും കൂടി വായിക്കാമോ? അഹരോന്റെ സന്തതിയിൽ അല്ലാത്ത യാതൊരു അന്യനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാണിപ്പാൻ അടുക്കുകയും കോരഹനെയും അവന്റെ കൂട്ടരെയും പോലെ ആകുകയും ചെയ്യാതിരിക്കേണ്ടതിന്. ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം ചരിത്രം നിങ്ങൾക്കറിയാം. കോരഹ്, ദാദാൻ, അബീരാം ഇവരെല്ലാവരും കൂടി ഒരിക്കലൊരു കൂട്ടുകെട്ടുണ്ടാക്കി. അഹരോനോടും മോശയോടും മാത്രമല്ല, ഞങ്ങളോടും ദൈവം എന്ത് ചെയ്യും? സംസാരിക്കും, ഇടപെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അകത്തളത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കി. നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന ദൈവസഭ കലക്കത്തിൽ ചെന്ന് ചേരാനിടയായിത്തീർന്നു. ജനത്തിന്റെ മനസ്സിടിഞ്ഞു, ഹൃദയം ക്ഷീണിച്ചു, വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയവര്. യാതൊരു കാരണത്താലും അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ മോശയ്ക്കോ അഹരോനോ കഴിഞ്ഞിരുന്നില്ല. അത് നിമിത്തം ദൈവത്തിന്റെ കരം അവർക്ക് ഭാരമായി തീർന്നു.
ആമേ സ്തോത്രം. മോശ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ ഇവൻ മരിക്കരുതേ. ആമേ ഭൂമി എന്ത് ചെയ്തു? വാപ്പിളർന്നു. പ്രൈസലോ. അന്നത്തെ ചരിത്രം, അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ സർവശക്തനായ ദൈവം കൽപ്പിച്ചൊരു കൽപ്പനയാണ്, ധൂപം കാണിക്കുവാൻ അഹരോന്യ പുരോഹിത വർഗത്തിൽപ്പെടുന്ന അഹരോന്യ സന്തതിയിൽപ്പെടുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാവൂ? പാടുള്ളൂ. അപ്പോ ഇതാണ് ചട്ടം, ഇതാണ് നിയമം, ഇതാണ് കൽപ്പന. ഇതാണ് ചട്ടം, ഇതാണ് നിയമം, ഇതാണ് കൽപ്പന. ഈ കൽപ്പന ഇരിക്കുമ്പോഴാണ് ആര് ചെല്ലുന്നത്? ഉസിയാവ് രാജാവാണ്. ആമേശ്വതം എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ആമേശ്വതം ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇന്നത്തെ തലമുറകളൊക്കെ ചോദിക്കുന്നുണ്ട്, ആമേശ്വതം ഇങ്ങനെ ആരാധിച്ചാലും കുഴപ്പമില്ലേ? ഇങ്ങനെ പോയാലും കുഴപ്പമില്ലേ? ഇങ്ങനെ നടന്നാലും കുഴപ്പമില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആമേശ്വതം ലഭിച്ചിരിക്കുന്ന കൽപ്പനകളെ വിട്ടുകളഞ്ഞുകൊണ്ട്, നമ്മളതാണ് പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത്, തങ്ങൾക്ക് ആമേശ്വതം കിട്ടിയിരിക്കുന്ന ആമേശ്വതം ആ കൽപ്പനകളെ മനസ്സിലാക്കിയതിനു ശേഷം വിട്ടുകളയുന്നവന് നല്ലത് വരത്തില്ലെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോ നമുക്കൊരു കൽപ്പന ലഭിച്ചിട്ടുണ്ട്, എന്ത്, എങ്ങനെ, എപ്പോൾ, ഏതു വിധത്തിൽ. എങ്ങനെ ആരാധിച്ചെന്നാൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല കേട്ടോ. എങ്ങനെയും ആരാധിച്ചാൽ അടുത്തൊരു ഭാഗത്തിലേക്ക് ഞാൻ വരും. എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ആ ചട്ടങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്തിനും യേശു പ്രവർത്തിക്കത്തില്ല കേട്ടോ പ്രിയമക്കളെ. 38 വർഷമായിട്ട് കൊളക്കടവിൽ കിടക്കുന്ന ബെഥേസ്ദ കൊളക്കടവിൽ ഒരുത്തൻ മാത്രമായിരുന്നില്ല. ആമേശ്വതം നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മെഡിക്കൽ സയൻസ് കൈവിട്ട് കളഞ്ഞ ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ കൊളക്കടവിൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ കണ്ണ് അവരിലേക്ക് പതിഞ്ഞില്ല കേട്ടോ പ്രിയമക്കളെ. എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി എന്ന് ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. ആമേശ്വതം അവിടെ ഒരുത്തനെ കണ്ടു. 38 വർഷമായിട്ട് കിടക്കുന്ന ഒരുത്തനെ കണ്ടു. യേശുവിനെ സൗഖ്യമാക്കിയെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോ എല്ലാവർക്കും എല്ലാ പോലെ അല്ല പ്രിയമക്കളെ, പ്രത്യേകമായിട്ടുള്ള ഒരു ജാതിയാണ്. നമ്മുടെ ന്യായപ്രമാണം മറ്റുള്ളവ ന്യായപ്രമാണത്തിന്റെ പോലെ ഉള്ളതല്ല. നമുക്കൊരു പ്രത്യേക പ്രമാണമുണ്ട് ഇല്ലേ? ചിന്നിച്ചിതറി ജാതികളുടെ ഇടയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു ജാതിയാണ്. അവരെ പോലെ ജീവിക്കാൻ പ്രമാണം നമുക്കില്ല. ഓണം വരുന്നു. ഓണം സെറ്റ് മുണ്ട കൊടുക്കണോ? നാളെ കൊടുത്തിട്ട് പോരി, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ദിവസം വാഴയിലയിൽ ഭക്ഷണം കഴിക്കണോ? നാളെ കഴിച്ചോ, മറ്റന്നാൾ കഴിച്ചോ, അടുത്ത ദിവസങ്ങൾ കഴിച്ചോ? ആ ദിവസം വരുമ്പോൾ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി. പായസം കുടിക്കണോ? പായസം വേണോ? ആഹാരത്തിനും വസ്ത്രത്തിനും ദൈവസഭ എതിരല്ല കേട്ടോ പ്രതിമക്കളെ. ആഹാരത്തിനും വസ്ത്രത്തിനും ദൈവസഭ എതിരല്ല. നിങ്ങൾക്ക് എന്തും കഴിക്കാം, സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് എന്തും കുടിക്കാം. എന്തും കുടിക്കാന്ന് വെച്ചാൽ ലിക്കറൊന്നും മേടിച്ചടിച്ചേക്കരുത്. സ്തോത്രം പറയുമ്പോൾ തിരിച്ചു പറയും. എന്തും കഴിക്കാം, എന്തും ഉടുക്കാം. സ്വന്തം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല വസ്ത്രം ആലയത്തിൽ വരുമ്പോഴും എവിടെയും നല്ല വസ്ത്രം, മാന്യമായത് എന്ത് ചെയ്യണം? ധരിക്കണം. മാന്യം ഇല്ലേ? ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്ത്രീകള് എങ്ങനത്തെ വസ്ത്രം ധരിക്കണം? മാന്യമായ, ആര് കണ്ടെന്നാലും അപമാനം തോന്നാത്ത നിലവാരത്തിലുള്ള വസ്ത്രം. പുരുഷന്മാരോ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇന്ന് ഞാനിങ്ങനെ പോവും, എൻ്റെ ഭാര്യ സൗമ്യ ഒരു കുഞ്ഞി നിക്കറും സ്തോത്രം എന്തെന്നാ കൈ സ്ലീവ് ആയിരിക്കുന്ന ഈ ഒരു ബനിയാനൊക്കെ ഇട്ട് ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. പുരുഷന്മാർ നല്ല ജീൻസും ഫുൾ കൈ ഷർട്ടും പേഴ്സണാലിറ്റി ഇവിടുത്തെ ബട്ടൺ വരെ ചിലപ്പോൾ ഇട്ടുണ്ടാവും. കൂടെ നടക്കുന്ന ഭാര്യ ഒറ്റ നോട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തല താഴ്ത്തിപ്പോവും. നിക്കർ 8 ഇഞ്ചാറ്റുകളെന്ന് തോന്നുന്നു, ഇത്ര ഉണ്ടാകത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഞാൻ ആ ഭാര്യയെ കുറ്റം പറയത്തില്ല. ആരുടെ കുഴപ്പം? ഭർത്താവിൻ്റെ കുഴപ്പമാണ് കേട്ടോ പറഞ്ഞു മക്കളെ.
ഭർത്താവിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹത്തിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ കുഴപ്പമുള്ളത്? വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഉടുക്കുന്ന വസ്ത്രം, കീറിയ വസ്ത്രം പിള്ളേരിൽ നിന്ന് ആഗ്രഹിക്കുക. എവിടെ കീറിയത്? എവിടെയും കീറിയത്. പണ്ടത്തെ കാലത്ത് ഇന്നർവെയറിൻ്റെ പരസ്യം പോലും ഉണ്ടായിരുന്നില്ല, ഇല്ലേ? പരസ്യം വന്ന പിന്നെ നമ്മുടെ പിള്ളേരുടെ ജീൻസ് എല്ലാം എവിടെ വന്നു? പരസ്യം കാണത്തക്ക ലെവലിൽ താഴ്ന്നു. ഞങ്ങൾ ബ്രാൻഡഡാന്ന്. ബ്രാൻഡഡ് കാണിക്കുന്നത് ഉള്ളിലിട്ടക്കണ വസ്ത്രമല്ല, ഇല്ലേ? ഇന്ന് പലരെയും കണ്ടിട്ടുണ്ടോ? ഈ ഇലാസ്റ്റിക് താഴ്ത്ത് കാണണം. ഞങ്ങൾ ഉടുക്കുന്നത് ജോക്കിയാണ്. വില ഇത്രയാണ് അതിൻ്റെ വില. പരസ്യം കാണിക്കുക, ടെലിവിഷനിൽ പരസ്യം വരും. ഈ പരസ്യം നിന്നെ കാണണം. ദൈവമക്കൾ ആ മേഖലകളിലേക്കൊന്നും തിരിഞ്ഞേക്കരുത്. ലോകത്തിൻ്റെ ശൈലിയാണ്. നിനക്കൊരു പ്രമാണമുണ്ട് കേട്ടോ പ്രിയമക്കളെ, നിനക്കൊരു പ്രമാണമുണ്ട്. നിനക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പനയുണ്ട്, വചനമുണ്ട്. നാട്ടിലാണെങ്കിലും ആലയത്തിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെയും ദൈവമുണ്ടെന്നൊരു വിശ്വാസം നിന്നെ ഭരിക്കണം. അപ്പനില്ല, അമ്മയില്ല, സ്വന്തം ആരുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവമുണ്ട്. അപ്പനും അമ്മക്കും വരാൻ പറ്റാത്ത സ്ഥലത്തും ദൈവത്തിന് വരാം. നാട്ടുകാർ കാണാത്ത സ്ഥലത്തും ദൈവത്തിന് കാണാം. ഏതൊരു വ്യക്തിത്വത്തിനും കടന്നു ചെല്ലാൻ പറ്റാത്ത നിലവാരത്തിലും കർത്താവ് നിന്നെ കാണുന്നു എന്നൊരു മനസ്സ് ഏതു സമയത്തും നിനക്കുണ്ടെങ്കിൽ ദൈവ ഭയത്തിൽ നീ ജീവിക്കും. അപ്പോ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇതൊന്നും കടക്കരുത്. മാന്യമായ വസ്ത്രം, നിന്റെ നടപ്പ്, നിന്റെ ഇരിപ്പ് നിന്നെ കാണുമ്പോൾ പറയണം. പ്രൈസലോ, നിന്നെ കാണുമ്പോൾ പറയണം ഹല്ലേലൂയ, അവനൊരു ദൈവ പൈതലാ. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലഘട്ടത്തിലാണ്. വിശ്വാസത്തിൽ വന്ന ഏകദേശം 99 ആ കാലഘട്ടങ്ങളിലാണ്. എന്നോട് കൂടെ മുൻകാലങ്ങളിലൊക്കെയും ഞങ്ങൾ ലോകപരമായിട്ട് ജീവിച്ചിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറാൻ പറ്റുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബോഗികളൊക്കെ ഉണ്ട്. അന്ന് കയറി വരുമ്പോൾ ഒരു പെൺകുട്ടി, വിശ്വാസിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, കണ്ടാൽ അറിയാം വിശ്വാസിയാണെന്ന്. വസ്ത്രധാരണത്തിലും ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ കുട്ടിയെ എറണാകുളം വരെ സ്തോത്രം ഉള്ള സമയത്തും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്നു. ആ കുട്ടി ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി മുമ്പിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ പല രീതിയിലും ശ്രമിച്ചിട്ടും ആ കുട്ടി തൻ്റെതായ തലത്തിൽ തന്നെ ഇരുന്നു. സ്തോത്രം എറണാകുളത്ത് ഇവരെത്തിയിട്ടും ആ കുട്ടി പിന്നെയും യാത്ര തുടരുകയായിരുന്നു. ഞാൻ പറയുന്നത്, അന്ന് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനക്ക് പോകുന്നൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. സ്തോത്രം കോട്ടയം മുതൽ എറണാകുളം വരെയും പല രീതിയിൽ ആ കുട്ടിയെ ഞങ്ങളൊന്ന് ശ്രദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ഇന്ന് വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി. പ്രൈസലോ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ആ തരത്തിൽ പോകുന്നില്ല. അവരാ ഹൃദയം വെച്ചു കൊടുക്കാത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പക്ഷെ ഇന്ന് പല ദൈവസഭകളിലും തിരുനാമം അപമാനിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത്. എവിടെ പോയെന്നാലും ഏത് സ്ഥലത്തിൽ സഞ്ചരിച്ചെന്നാലും അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? കാണുന്നു എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിന്നെ നിനക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇരുട്ടത്തും അവൻ കാണുന്നു, വെളിച്ചത്തിലും അവൻ കാണുന്നു, മറയത്തും അവൻ കാണുന്നു. അവൻ ഏത് സാഹചര്യത്തിലും അവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യോ? ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോ അവൻ ധൈര്യശാലികളായ 80 പുരോഹിതന്മാരും അസര്യ പുരോഹിതനും ചേർന്നുകൊണ്ട് ഉസിയാവോട് പറഞ്ഞു, ഉസിയാവേ, നീ ഇത് ചെയ്യരുത്, ഇത് തെറ്റാ. ഒരു പ്രമാണം കിടക്കുകയാണ്. അഹരോന്യ സന്തതിയിൽ നിന്നോ അഹരോന്യ പുരോഹിത വംശത്തിൽ നിന്നോ ഉള്ളവർക്ക് മാത്രമാണ് ഈ സ്തോത്രം ധൂപം കാണിക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. നീ അത് ചെയ്യരുത്. പഴയ നിയമമാണ്, ന്യായപ്രമാണം, കർശനമാണ്. പക്ഷേ ഉസിയാവ് എന്ത് ചെയ്തു? ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ എന്ത് ചെയ്തു? കോപിച്ചു. കേട്ടോ, നമുക്കൊരു പ്രമാണമുണ്ട്. വചനത്തിൽ പറയുന്നു, സഹോദര സഹോദരി, നീ എന്ത് ചെയ്യരുത്? പറ,
കോപിക്കരുത്. ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലെന്ന് എത്ര പേര് നെഞ്ചത്ത് കൈവച്ച് പറയും? കോപമൊക്കെ എനിക്കും വരാറുണ്ട്, നിങ്ങളും കോപിക്കുന്നവരാ. പക്ഷേ അതിനപ്പുറം കടക്കരുത്. ചിലർക്ക് ഇത് തന്നെ കൃഷിയാണ്. ആമേൻ. ജോലി സ്ഥലത്ത്, പണി സ്ഥലത്ത് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയോ ചെയ്ത് തീർക്കുന്നത് എവിടെ വന്നിട്ടാ? തീർക്കുന്നത് വീട്ടിൽ വന്ന് തീർക്കും. ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടനുസരിക്കുന്ന ഭാര്യയുടെ മേലെന്ത് ചെയ്യും? കുതിര കയറും. ഒന്നും മിണ്ടത്തില്ലല്ലോ, വാ നിറച്ചു പറയാം. ആമേൻ, സ്തോത്രം. ഇത് നിമിത്തം എന്താ സംഭവിക്കുന്ന അറിയാമോ? കുടുംബത്തിൽ ലഭിക്കേണ്ട നന്മകളും ദൈവികമായി വന്നു വീഴേണ്ട അനുഗ്രഹങ്ങളും അവിടെ വെച്ച് സ്റ്റോപ്പാകും. പിന്നത്തേതിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും താടിക്കും കൈ കൊടുത്തിരിക്കുന്നു. നമ്മളോട് അന്ന് ആ പാസ്റ്റർ പറഞ്ഞ ആലോചന നടന്നില്ലല്ലോ. പാസ്റ്ററിന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം പാസ്റ്ററിന്റെ ജീവിതത്തിലല്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തൊന്ന് ക്രമീകരിച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞ വഴികൾ നീ സഞ്ചരിക്കുക, കർത്താവ് നികത്തും. ഇവൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ, അതായത് ഈ പ്രമാണം ഇരിക്കെ എന്ത് ചെയ്തു? കോപിച്ചു. കോപിക്കരുതെന്നറിയാലോ, അറിയാമോ? അറിയാൻ പാടില്ലെങ്കിൽ എന്ന് പറയാം, കോപിക്കരുതേ. ആമേ, എനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു പാസ്റ്ററെ. ഇന്ന് പറഞ്ഞപ്പോഴാണ്, ആമേ, 2025 ആമേ ഈ ആഗസ്റ്റ് മാസം ഇന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ കോപിക്കാൻ പാടില്ലല്ലേ. ആമേ, സ്തോത്രം. അറിയാമോ, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ നരിയ, പുറത്ത് കുഞ്ഞാട. ആലയത്തിലാണെങ്കിലോ അതിലും താഴെ. വീട്ടിലെന്താ? വീട്ടിൽ പുലിയാകും, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നിന്നെ കാണുന്നുണ്ട്. വീട്ടിലും ആരുണ്ട്? ആ വീട്ടിലും ദൈവമുണ്ട്. ആമേൻ. അയ്യോ, എൻ്റെ വീട്ടിൽ കർത്താവില്ല. പ്രൈസ് ദി ലോർഡ്. പലരുടെയൊക്കെ പാരമ്പര്യത്തിലുള്ള ആളുകളുടെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടില്ലേ, യേശു ഈ വീടിന്റെ പുറത്താ. ആമേ, അകത്താളില്ല. പുറത്തൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, യേശു ഈ വീടിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അകത്തു വരട്ടെ. യേശു അകത്ത് വരട്ടെ. യേശു നിന്റെ ഹൃദയത്തിൽ വരട്ടെ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യോ? നിങ്ങളൊന്ന് അളന്നേക്കണം. ആ സമയത്ത് കോപിച്ച് നിൽക്കുന്ന സമയത്തൊന്നും പറഞ്ഞേക്കരുത്. ആമേൻ. കോപിച്ച് നിൽക്കുന്ന ആളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനമൊന്നും പറയാൻ പോയേക്കരുത്. ആ സമയത്ത് പ്രാർത്ഥിക്കുക. ഒന്നും മിണ്ടാതെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇവന് കോപിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. രാജാവാണ്, ഉസിയാവാണ്, ഇവന് കോപിക്കാം. പക്ഷെ എന്ത് പിടിച്ചിരിക്കേ? നമുക്കും ആമിസ്വത് ഈ പറഞ്ഞ രീതിയിൽ പ്രമാണം കിട്ടുന്നതിന് മുമ്പേ ഭയങ്കര തല്ലിപ്പൊളികളായിട്ട് ജീവിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും നീ ഒന്ന് ശ്രദ്ധിക്കണം. സ്വയം നിന്റെ ജീവിതത്തിൽ നീ നിരാശയിലേക്കും അധപ്പതനത്തിലേക്കും പോകാനിടയായി തീരരുത്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. നീ അതിൽ തകരാൻ അനുവദിക്കരുത്. ഇത് ബുദ്ധി ഉപദേശിക്കുക പരിശുദ്ധാത്മാവ്. ഏലിയാവ് യാഗപീഠത്തിൽ തീയിറക്കുന്നതും ദാവീദ് ഗോലിയാത്തിനെ കല്ലുകൊണ്ട് അടിച്ചു കൊല്ലുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാകും. അങ്ങനെ ചാർജാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും, ഞാനും പോകും. മറിച്ച് ജീവിതത്തിലുള്ള ക്രമീകരണം ഒന്ന് വരുത്തി അതനുസരിച്ച് ജീവിച്ചാൽ ഒരുമിച്ച് നിത്യത പോകാം. ചിലതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നൊക്കെ എനിക്ക് തോന്നും, നിങ്ങളൊക്കെ മുഖഭാവമൊക്കെ കാണുമ്പോൾ. പക്ഷേ എനിക്കും അറിയാതെ, പക്ഷേ ഇത് നമ്മൾ സമ്മതിച്ചേ മതിയാകും. ജീവിതത്തിലെ കുറവുകളാണെങ്കിൽ ഏറ്റെടുത്തിട്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിലെ കുറവുകളാണല്ലോ പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നതിനായി നന്ദി കർത്താവേ. ഏറ്റെടുത്ത വിടുതലാണെന്ന് ഇന്ന് വഴി തുറയും. നാളെയല്ല, അടച്ചു വെച്ചിരിക്കുന്ന വഴി ഇന്ന് ഓപ്പണാവും. പക്ഷെ ഈ സ്വഭാവത്തിന് എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം, മാറ്റം വരണം കേട്ടോ. വായിക്കാം. അസീരിയ പുരോഹിതനും അവനോടുകൂടെ 80 പുരോഹിതന്മാരും
അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, ബലമുള്ള മനുഷ്യൻ, അധികാരമുള്ള രാജാവ് ഇന്ന് പാളയത്തിന് പുറത്തു പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ അവൻ പുരോഹിതന്മാരോട് കോപിച്ചു. പുരോഹിതന്മാർ കാണെ ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ദൈവത്തിന് സെക്കൻഡുകൾ മതി കേട്ടോ. ലോകത്തിലെ ധനവാന്മാരും ദരിദ്രന്മാരും തോറ്റുപോകുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ രോഗമാ. രോഗത്താൽ തോൽക്കും നീ. മാറിയില്ലെങ്കിലോ? ഇന്ന് വൈദ്യശാസ്ത്രമുണ്ട്. ചികിത്സ ചെയ്യുമ്പോൾ മാറുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നത് കൊണ്ടാണ് നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് മാറിയില്ലെങ്കിലോ? വരുത്തുന്നത് ദൈവമാണെങ്കിൽ മാറുക ബുദ്ധിമുട്ടാണ്. ഏറ്റുമുട്ടുന്നത് ദൈവത്തോടാണെങ്കിൽ നിന്റെ കാര്യം പോക്ക. അപ്പൊ ഒരു പ്രമാണം ലഭിച്ചിരിക്കും. അവനെ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ അത് തന്നെ ചെയ്തത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു? പുരോഹിതന്മാർ 10 ദിവസം കഴിഞ്ഞിട്ടൊന്നുമല്ല, ആ സെക്കൻഡിൽ കുഷ്ഠം പൊങ്ങി. ഞെട്ടിപ്പോയി. പുരോഹിതന്മാര് പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം എന്താണ്? ഒരു കൽപ്പന നമുക്ക് കിട്ടിയിരിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അറിഞ്ഞതിന് ശേഷം അത് വിട്ടുകളഞ്ഞാൽ, ആമേൻ, എന്താണ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എന്ത് ധരിക്കണം, എന്ത് ഉടുക്കണം, എന്ത് കഴിക്കണം, ഇതെല്ലാത്തിനും നമുക്ക് പ്രത്യേകമായൊരു ചാർട്ടുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യന്റെ ഇടയിൽ നമ്മളും ജീവിക്കുകയാണ്. പക്ഷെ അവരെ പോലെ ജീവിക്കാനല്ല എന്നെയും നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊരു പ്രത്യേക പ്രമാണമുണ്ട്. ആ പ്രമാണത്തിനനുസരിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ കേട്ടോ പ്രിയമക്കളെ. ഇതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതി എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും, ഇങ്ങനെയൊക്കെ ജീവിച്ച് എന്താരാ ചോദിക്കാനുള്ളത്? ഈ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ആമേൻ, സ്തോത്രം. അവിടെ ഒരു കാര്യം കാണിച്ചു തരാൻ. സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവയ്ക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. ഇതാണ് ആമേൻ, സ്തോത്രം, ഒരു യാഗത്തിന്റെ ലക്ഷണങ്ങൾ. ഒരു യാഗം കഴിക്കുമ്പോൾ ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. ഇതിന്റെ തലയിൽ എന്ത് ചെയ്യണം? കൈവെക്കണം. പാപം എന്ത് ചെയ്യണം? ഇതിന്മേൽ ചുമത്തണം. നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം മുഴുവനും ഇതിന്മേൽ ചുമത്തിയിട്ട് അവന്റെ പാപം യാഗം കറക്റ്റായി തീരണമെങ്കിൽ ഇതിനെ അറുത്ത് ഖണ്ഡമായി നുറുക്കി പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് മോചിതനായി തീരും. ഇതാണ് പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? പക്ഷെ ഏറ്റു പറയാൻ നമ്മൾ എന്തില്ല, തയ്യാറല്ല. ലംഘനം മറച്ചു വെക്കുന്നവന്, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് വെച്ചുകൊണ്ടിരിക്കുകയാ. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം, 10 ദിവസം, എന്നിട്ട് ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങൾ നടക്കാത്തത് നിമിത്തം
ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നവരുടെ കോപം, ആമെ കൂടെ കാണുന്ന വിശ്വാസികളോട് കോപം, ആമെ സ്വന്തം വീട്ടിലുള്ളവരുടെ കോപം, ആമെ സകലരോടും കോപം. നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? പരിശുദ്ധ ദൈവം നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യും. ആമേൻ. അത് തന്നെ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. ആമേൻ. സംഖ്യാപുസ്തകം 4:15. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും. ഇതെന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പാളയം യാത്ര പുറപ്പെടുമ്പോൾ 14-ാം വാക്യം കൂടി വായിച്ചേ. 14-ാം വാക്യം കൂടി. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തഹശത്തോൾ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. അടുത്തതോ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടണം. ഇതെല്ലാം വെച്ചിട്ട് മൂടിക്കളയണം. പുറത്തൊന്നും കാണിക്കരുത്. എല്ലാം മൂടണം. ചുമക്കാനായിട്ട് വേറെ ടീമുണ്ട്, കൊഹാത്യര്. ഇവര് വന്നാ ചുമക്കേണ്ടത്. പറഞ്ഞിരിക്കുന്ന ആളല്ലാതെ ചുമക്കാൻ പാടില്ല. ചുമട്ടുകാരി വരുമ്പോ ഇവര് കാണാത്ത നിലവാരത്തിലെല്ലാം മൂടിയേക്കണം. ചുമക്കത്തക്ക രീതിയിൽ തണ്ട് ചുലത്തി ആമേ അവരത് ചുമക്കണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും ചുമക്കുന്ന ആൾക്കാർ തൊടാൻ പാടില്ല. ഇതെല്ലാം വിശുദ്ധമാണ്. ചുമക്കണം നിങ്ങൾ, പക്ഷെ എന്ത് ചെയ്യരുത്? പഴയ നിയമത്തിൽ കർശനമായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് ആമേശ്വരം നിങ്ങൾ ചുമക്കണം, പക്ഷെ എന്ത് ചെയ്യരുത്? തൊടരുത്. ആമേശ്വരം പുരോഹിതന്മാര് ഇതെല്ലാം വെച്ച് മൂടി കവർ ചെയ്ത് കാരണം യാത്രയാണ്. സമാഗമന കൂടാര ഓരോ സ്ഥലത്ത് ആമെ ആക്കി വെച്ച് അവിടെ നിന്ന് പിന്നെയും യാത്ര പുറപ്പെടും. ഇങ്ങനെ അവരെത്തിച്ചേരുന്ന സ്ഥലം വരെയും യാത്രകളിലായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ സ്ഥാനത്താണ് ആമെ 2 ശമൂവേൽ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമെ അബീനാദാബിന്റെ കുന്നുമേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എന്ത് ചെയ്യുക? കൊണ്ടുവരികയാ. പെട്ടകം കൊണ്ടുവരുമ്പോൾ 6:6 വായിക്കുന്നത്, അന്ന് ആഗോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള എന്ത് ചെയ്തു? വിരണ്ടു. ആ സമയത്ത് അബീനാദാബിന്റെ 2 മക്കളിൽ ഒരുത്തനായിരിക്കുന്ന ഉസ്സ പെട്ടകത്തെ എന്ത് ചെയ്തു? പിടിച്ചു. പ്രമാണം ആമേ സംഖ്യാപുസ്തകത്തിൽ കിടക്കുന്നത് ആരും എന്ത് ചെയ്യരുത്? അതിന് അർഹതപ്പെട്ടവർ തൊട്ട കുഴപ്പമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നവർ പിടിച്ച കുഴപ്പമില്ല. അല്ലാത്ത എല്ലാവർക്കും കയറി തൊടാനും പിടിക്കാനും അന്ന് അനുവാദം ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോ ആമേ സ്തോത്രം, നിസ്സാര 2.5 മുഴം നീളവും 1.5 മുഴം ഉയരവും 1.5 മുഴം വീതിക്കുള്ള ഒരു ചെറിയ കൊച്ചു പെട്ടി. ഈ പെട്ടി ആർക്ക് വേണമെങ്കിലും പൊക്കിക്കൊണ്ട് നടക്കാം. തൊട്ടാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് പലരും തല മൂടാതെ പ്രാർത്ഥിച്ചെന്നാൽ മൂടി പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ഒരു തലയിൽ ഒരു തുണി ഇട്ട് പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞങ്ങളത് ചെയ്യത്തില്ല. മൂടാതെ പ്രാർത്ഥിച്ച എന്താ കുഴപ്പം? നമ്മുടെ ചർച്ചിലെ കാര്യമല്ല കേട്ടോ. നമ്മുടെ ചർച്ചിൽ എല്ലാ കുഞ്ഞുങ്ങളടക്കം സകലരും തല മൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാ. ഇവിടെയാണെങ്കിലും ആലയത്തിലാണെങ്കിലും പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. എന്നാൽ തല മൂടാതെ ആമേശ്വത പാട്ടുപാടുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ആലയത്തിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും എന്ത് ചെയ്യരുത്? തല മൂടാതെ ഇരിക്കരുത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തെന്നാൽ എന്താ പാസ്റ്റർ? ഒന്നുമില്ല, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇന്ന് അങ്ങനത്തെ പഠിപ്പിക്കലുകളിലേക്കായി തീരുകയാ.
പാരമ്പര്യത്തിന്റെ കാലഘട്ടത്തിൽ, അതായത് ഞാനൊക്കെ കത്തോലിക്ക ഇന്നും കല്യാണത്തിന് പോകുമ്പോഴുള്ള കാര്യമല്ല, പള്ളിയിൽ പോകുമ്പോൾ പാരമ്പര്യത്തിലുള്ള സകല വ്യക്തിത്വങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ സാരിത്തല എന്ത് ചെയ്യും? അങ്ങനെയല്ലേ പോകുന്നത്? ഇന്നും കാണുന്നത് അങ്ങനെയല്ലേ? ലോകം നിനക്കിത് കാണിച്ചു തരുന്നു. വിശ്വാസിയായിരിക്കുന്ന നിനക്ക് ഈ പറയപ്പെടുന്ന വചനം അനുസരിക്കാൻ തയ്യാറല്ല. ലോകം അത് നമുക്ക് കാണിച്ചു തരികയാണ്. പഴയ കാലഘട്ടത്തിൽ പാരമ്പര്യമായിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്കാണ് പോകുന്നതെന്ന് സഹോദരിയെ തിരിച്ചറിയാൻ എന്തുണ്ടായിരുന്നു? ഇല്ലേ? ഇന്ന് അതൊക്കെ കുറേയൊക്കെ മാറി. ഇന്ന് ചുരിദാറിന് ഷാള് പോലും ഇല്ല. നമ്മുടെയും സഹോദരിമാർ അതിലേക്കൊക്കെ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരണം പ്രിയമക്കളെ കേട്ടോ. മാന്യമായ വസ്ത്രം. ചുരിദാറിന് എന്തില്ല? ഷാളില്ല. സ്തോത്രം. മാന്യമായ വസ്ത്രം കേട്ടോ ധരിച്ചു മുന്നോട്ട് പോകും. നല്ലതല്ലേ? അത് നല്ലതല്ലേ? നല്ലതാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്തും ധരിക്കാം കേട്ടോ, എന്തു വസ്ത്രം ധരിക്കാം. സഭ അതിന് എതിരല്ല. പക്ഷെ വചനം പറയുന്നു മാന്യമായത് എന്ത് ചെയ്യണം കേട്ടോ. പാസ്റ്റർ ഇന്ന് ഞങ്ങളോട് ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു ഇന്നതൊക്കെ ഒന്നും ഉടുക്കരുതെന്നോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഇന്നതൊന്നും ഉടുക്കരുതെന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ മാന്യതയുള്ളത് ഉടുക്കും. ഇല്ലേ? ദൈവവുമായിട്ട് ബന്ധമുള്ളവനാണെങ്കിൽ ആരും ഉപദേശിക്കേണ്ടെന്നേ. അവനാൽ പ്രാപിച്ച അഭിഷേകം അവരിൽ വസിക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യണ്ട? ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കുറവ് വരുന്നതുകൊണ്ട് ഉപദേശം നടത്തേണ്ടി വരുന്നത്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന മക്കളെ, നമ്മളെ കാണുന്നവർ, നമ്മളെ അറിയുന്നവർ, അവർ നല്ല മക്കളെന്ന് പറയത്തക്ക നിലവാരത്തിൽ നമ്മുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ ഏറ്റവും നന്നായിരിക്കട്ടെ. ജാതികൾ നമ്മളെ ദൂഷിക്കും തോറും സന്ദർശന ദിവസത്തിൽ ദൈവത്തിന് അധിക മഹത്വം കൊടുക്കുവാൻ തക്ക വിധം അവരുടെ ഇടയിൽ നമ്മുടെ പ്രവർത്തികൾ നല്ലതായിരിക്കട്ടെ. പത്രോസ് അങ്ങനെയല്ലേ പറയുന്നത്? അതുകൊണ്ട് പ്രിയമക്കളെ, പാരമ്പര്യത്തിൽ നിന്ന് അകന്നിരിക്കുക കേട്ടോ. അകന്നിരിക്കുക. 7 ആണ്ട് 6-ാം മാസം 28 30 45 40 അല്ലേ? അങ്ങനെ അക്കങ്ങളാണ്. ഇതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. രാഹുകാലം, ഗുളിക എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കല്യാണച്ചക്കൻ കല്യാണം കഴിഞ്ഞ് ഇറങ്ങല്ലേ സമയമായിട്ടില്ലെന്ന്. വിശ്വാസിയുടെ സ്തോത്രം കല്യാണമാ കയറി. പാസ്റ്റർ പറയുക, ഒരു പാസ്റ്റർ, പേര് ഞാൻ പറയുന്നില്ല, വലതുകാലി വെച്ച് കയറട്ട. വലതുകാലി വെച്ച് അങ്ങനെയുണ്ടോ? രണ്ടും നല്ലതാ, ഇടതും വലതും. വലതിനെന്താ പ്രത്യേകത? പാരമ്പര്യമാ. വീട് വെക്കുമ്പോൾ സ്ഥാനം നോക്കുക. സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് തടുക്കുക. രാഹുകാലം കഴിഞ്ഞിട്ടില്ലെന്നോ? കണ്ടകശിനി, ചൊവ്വാദോഷം നമുക്കുള്ളതല്ല. ചൊവ്വയിൽ ആൾക്കാർ പോകാൻ തുടങ്ങിയിട്ടും ചൊവ്വയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? ദോഷം മാറിയിട്ടില്ല. പ്രീസലോ, നീ പാരമ്പര്യമായ ബന്ധനങ്ങളെ ഇടിക്കേണ്ടവനാ കേട്ടോ. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ മായ്ച്ച് ക്രൂശിൽ തറച്ച അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ആ കർത്താവിന്റെ മക്കളാ നമ്മള് കേട്ടോ. ഈ ഭൂമിയിൽ എവിടെയും നിനക്ക് താമസിക്കാം. ഒരു സ്ഥലത്ത് സ്ഥാനം നോക്കാൻ ആരും വരണ്ട. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഏത് സ്ഥലത്തും നിന്നെ വളർത്താൻ പരിശുദ്ധ ദൈവത്തിന് കഴിയും. മരുഭൂമിയിലും നീരവ തുറക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, നിർജ്ജന പ്രദേശത്ത് പെരുവഴി ഉണ്ടാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം. ഇതൊക്കെ നോക്കുന്നത് ആരാണെന്നറിയാമോ? ജാതികളാ. നീ ദൈവത്തിന്റെ പൈതലാ. നീ കാല് ചവിട്ടുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ അനുഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്.
നീ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇരുട്ടുള്ള വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ വെളിച്ചം വ്യാപരിക്കും. രുചിയില്ലാത്ത കുടുംബത്തിൽ നീ കാലെടുത്ത് വെച്ചാൽ നീ ഭൂമിയുടെ ഉപ്പാകമുണ്ട്. ആ വീട്ടിനകത്ത് ടേസ്റ്റ് ഉണ്ടാകും. ആമേൻ. മടങ്ങി വരണം പ്രിയ മക്കളെ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിലെ ഉപകരണങ്ങളൊന്നും എന്ത് ചെയ്യരുത്, തുടരുത്, ചുമക്കാം, മൂടിക്കൊള്ളണം. സ്വന്തം കൊഹാത്യര് വന്ന് ചുമക്കട്ടെ. പക്ഷേ വിശുദ്ധമായതൊന്നും അവരെന്ത് ചെയ്യുന്ന. ശമൂവേൽ പ്രവചനം 6:6 വായിച്ചേ. അവർ നാഗോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. പ്രമാണം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമാ. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച് നടത്തിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളാ. പക്ഷേ ശ്രദ്ധിക്കാത്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ദോഷം സംഭവിച്ചു. ആ സെക്കൻഡിൽ ഉസ്സ എന്ത് ചെയ്തു? മരിച്ചെന്ന് പറഞ്ഞു. ഒരവസരം കൂടി കൊടുക്കാമായിരുന്നില്ലേ? ഉസ്സിയാവിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നില്ലേ? ഒറ്റ പ്രാവശ്യമല്ലേ അവൻ ധൂപം കലശവുമായിട്ട് ആലയത്തിൽ പ്രവേശിച്ചത്? സ്ഥിരം ഇത് തന്നെ ആയിരുന്നോ? അല്ല, ഒറ്റ പ്രാവശ്യം ചെയ്തല്ലേ. ഇവൻ 10 പ്രാവശ്യം ഒറ്റ പെട്ടകത്തെ പിടിച്ചോ? ഇല്ലെന്നേ, ഒറ്റ പ്രാവശ്യം പിടിച്ചളന്നേ. പ്രമാണം ലഭിച്ചിരിക്കുന്ന ജനം തനിക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പനകളെ അറിഞ്ഞതിന് ശേഷം വിട്ടുകളഞ്ഞാൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ന്യായവുമല്ല. നല്ല വഴികളിൽ നടന്നോ, നല്ല വഴികളിൽ സ്തോത്രം. ചോദിക്കുന്നത് എന്തും കർത്താവ് തരും. ന്യായമായിട്ടുള്ളത് എന്തു ചോദിച്ചാലും കർത്താവ് തരും. ജീവിതത്തിലെ കുറവുകൾ നിമിത്തം വല്ലതും തടസ്സപ്പെട്ടു പോയിട്ട് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെയോ പഠിപ്പിക്കുന്നവരെയോ അല്ലെങ്കിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു പകലായി മാറട്ടെ. ഞാൻ കറക്റ്റാണോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വല്ല പ്രവൃത്തികളുമുണ്ടോ? ഉസ്സ പെട്ടകം ചരിഞ്ഞപ്പോൾ ഉസ്സ പെട്ടകത്തെ എന്ത് ചെയ്തു? പിടിച്ചു. പെട്ടകത്തെ പിടിച്ചു. പെട്ടകം എന്ത് ചെയ്തു? പെട്ടകം ഒന്നും ചെയ്തില്ല. ആ സെക്കൻഡിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടു. അവൻ ക്ഷണത്തിൽ മരിച്ചുപോയി. മക്കളെ, ഇതെല്ലാം അനുദിനവും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തമാണ് ഇത്. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഓർപ്പിച്ചു നിങ്ങളെ, പിശാച് നമ്മൾ അടിച്ചെന്ന് പറയാനിട്ട് 100 നാവാണ്. ഒന്നും പറയേണ്ട പാസ്റ്റർ, പിശാചിന്റെ പരിപാടിയാണ്. ഒരു തരത്തിലും വിടുന്നില്ല. സ്തോത്രം. പോരാട്ടം എന്ന് വെച്ചാൽ ഇതുപോലെ പോരാട്ടമാണ്. രാത്രിയും പകലും ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പിശാചിന്റെ പോരാട്ടമാണ്. ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. സാത്താന്റെ പ്രവൃത്തിയാണ്. ഇതൊക്കെ പറയാനായിട്ട് 100 നാവ. പക്ഷെ ദൈവം എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വന്നിരിക്കുകയാണെന്ന് എത്ര പേര് പറയും? എത്ര പേര് പറയും? എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കർത്താവിന്റെ കരമാണ് പാസ്റ്ററെ, അതുകൊണ്ടാണ് ഞാൻ ഈ ശാരീരികമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് ആര് പറയും? പറയോ നമ്മള്? ഇല്ല. എല്ലാ കുറ്റവും ആരുടെ കൊടുക്കും? പ്രീസലോ 3 പേര് സ്തോത്രം ഒരു സൈറ്റിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യന് ചെവി കേൾക്കത്തില്ല. അയാൾ തിരിച്ച് അത് കേൾക്കാത്തതുകൊണ്ട് തിരിച്ചൊന്നും പറയത്തില്ല. അപ്പോൾ ഈ കേൾവിയും സംസാരശേഷിയുള്ള മനുഷ്യൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷേ ഈ മുതലാളി വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയർ വന്ന് ചോദിക്കുമ്പോൾ തെറ്റിപ്പോയതെല്ലാം പറയും. ആര് ചെയ്തതാന്ന്? അതെല്ലാം ഈ മനുഷ്യൻ ചെയ്തതാന്ന് പറയും. ശരിയായിട്ടുള്ളതെല്ലാം ചെയ്തത് ഞാനാന്ന് പറയും. അങ്ങനെ ഒരാഴ്ച അവർ അധ്വാനിച്ചു. അപ്പോൾ 90% പണികളും ചെയ്തിരിക്കുന്നത് ഈ കേൾവി കുറവുള്ള മനുഷ്യനാണ്. കാരണം എല്ലാ ദിവസവും എഞ്ചിനീയർ വന്ന് കേൾക്കും പറയും, ഇതാര് ചെയ്ത്? ഇത് അവൻ ചെയ്തതാണ്.
അപ്പോൾ ആഴ്ചയിൽ കണക്ക് തീർത്ത് പൈസ കൊടുക്കുന്ന സമയത്ത് ഈ അമേശോദ കേൾവിക്കുറവുള്ള മനുഷ്യന് ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ. ഈ മനുഷ്യന് ആഴ്ചയിലെ നിസ്സാരം പോരുന്നൊരു നന്മ. ഇയാൾ ചോദിച്ചു, ഇതെന്ത് ചെയ്ത് ഒരാഴ്ച ഫുള്ളായിട്ട് ഞാൻ പണിയാണ്? അല്ല, എല്ലാ വർക്കുകളും ആരാ ചെയ്തിരിക്കുന്നത്? ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ പണിക്കനുസരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? പൈസ കൊടുത്തു, കൂലി കൊടുത്തു. ഇതുപോലെ പ്രിയ മക്കളെ, ചിലതൊക്കെയും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ സ്തോത്രം നികത്തിയെടുക്കേണ്ടത് മറ്റുള്ളവരുടെ മേലിലേക്ക് എന്ത് ചെയ്യും? ചാരും. ചില ഭർത്താവ്, നിന്റെ കുഴപ്പം കൊണ്ടാണ് ആത്മീകത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, വളരാൻ പറ്റാത്തത്. വളർന്ന് സ്തോത്രം. അങ്ങും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. നിന്റെ കുഴപ്പമൊന്നുമല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഈ കുറ്റപ്പെടുത്തലില്ലേ, അതാണ് നിന്റെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് തടസ്സം. ആമേൻ. എന്നും കുറ്റപ്പെടുത്തല, എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. സ്വർഗത്തിൽ അവൻ കേൾക്കോ? ഇല്ല. മുടങ്ങി വരട്ടെ. അപ്പോ സ്വതം തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ ഇവൻ കയറി എന്ത് ചെയ്തു? പിടിച്ചു. അത് സ്വതം സെക്കൻഡിൽ മരിച്ചു വീണു. ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകമല്ലേ വായിച്ചത്? 6:12-13 വാക്യം ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 6:12-13 വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ലേവ്യ പുസ്തകം സ്തോത്രം 6-ാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ചേ. വേഗത്തിലെടുക്കുക. അവൻ ഹോമയാഗത്തെയും അറുത്തു. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. ഏതാ വായിക്കുന്നത്? ലേവ്യ പുസ്തകം 6:12. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. അടുത്ത വാക്ക്, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും എന്ത് ചെയ്യണം? അപ്പൊ ഈ യാഗപീഠത്തിൽ നിന്നാണ് അടുത്ത യാഗപീഠത്തിന് ഉള്ള തീ ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? എടുക്കണം. ഇതെന്ത് ചെയ്യരുത്? കെട്ടുപോകരുത്, കെടാൻ പാടില്ല. ഇത് നിയമമാണ്. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് നിയമം. അപ്പൊ ഈ അഹരോന്യ പുരോഹിതന്റെ മക്കളുണ്ടല്ലോ, ഇവര് കുറച്ച് ലേറ്റസ്റ്റ് ആണ് പിള്ളേര്. അപ്പൻ പഴയ സ്റ്റൈലാണ്. അപ്പൻ ഈ യാഗപീഠത്തിൽ നിന്ന് തന്നെ തീയെടുത്ത് എന്ത് ചെയ്യത്തുള്ളൂ? യാഗം നടത്തത്തുള്ളൂ. പിള്ളേര് കുറച്ച് ലേറ്റസ്റ്റ് ആണ്. പിള്ളേര് അന്യാഗ്നി പുറത്തുനിന്ന് കുറച്ച് തീ കൊണ്ടുവന്നു. പിള്ളേര് കുറച്ച് പുറത്തുനിന്ന് തീ കൊണ്ടുവന്നിട്ട് എന്താണ്, എങ്ങനെ കത്തിച്ചെന്നാൽ കത്തൂലേ? പുകയത്തില്ലേ? ഇന്നത്തെ പിള്ളേർ ചോദിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെന്നാൽ ശക്തിയോടെ ബലത്തോടെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു തരുന്ന ദൈവം ഫയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ടങ്ങ് പറയുകയാണെന്നേ. ഫയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത്? ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ അകത്തളത്തിൽ നിന്ന് വരാതെ വാ കൊണ്ട് പറയുന്നത് കൊണ്ട് നടക്കത്തില്ല. കേട്ടോ പ്രിയ മക്കളെ? അപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് യാഗപീഠത്തിന്റെ തീ എപ്പോഴും എന്ത് ചെയ്യണം? കെടാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് അടുത്ത യാഗം നടത്തുമ്പോൾ ഈ തീ തന്നെ എടുത്താണ് യാഗം നടത്തേണ്ടത്. തീ കെടരുത്. തീക്കകത്ത് നിന്ന് തന്നെ തീയെടുത്ത് യാഗം നടത്തി മുന്നോട്ട് പോകണം. ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്താണ്. പഴയ നിയമത്തിൽ നിന്നും സ്തോത്രം കർശനമായ നിയമത്തിന്റെ ആധികാരികത പുതിയ നിയമത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോ 10-ാം അധ്യായം ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. എന്താ സംഭവിച്ചത്? എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാൽ എന്താ പറ്റുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും. ദൈവം കൽപ്പിക്കാത്ത അന്യാഗ്നി രണ്ടുപേരും കൂടി, നാദാബും അബീഹുവും ആരുടെ മക്കളാ? അപ്പം
ഇവിടെ പറയുന്നത് പൊതുജനത്തിനും രാജാവിനും പുരോഹിതന്മാർക്കും നിയമം തന്നെയാ. 3 വിഭാഗത്തിലുള്ള ആളുകളെ എടുത്തതാ. 1 ഉസിയാവുന്ന രാജാവ്, 2 സാധാരണ മനുഷ്യനായിരിക്കുന്ന ഊസ, ആമേശ്വതം 3 അഹരോന്റെ മക്കൾ, അഹരോന്യ പുരോഹിതന്റെ മക്കളായിരിക്കുന്ന പുരോഹിതന്മാരായിരിക്കുന്ന നാദാബും അബീഹുവും. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നിയമം തന്നെയാണ്. അതിന് മാറ്റമില്ല. അനുസരിച്ചില്ലെങ്കിൽ, അറിഞ്ഞതിനു ശേഷം അനുസരിച്ചില്ലെങ്കിൽ ഏതു സമയത്തും ദൈവത്തിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കാം. ഇത് മനുഷ്യനല്ല ഈ ഭാഗത്തൊക്കെ ചെയ്തത്. സ്വർഗത്തിലെ അസരിയ പുരോഹിതനാണോ കുഷ്ഠം വരുത്തിയത്? അല്ല. ഉസയെ ദഹിപ്പിച്ചു കളഞ്ഞത് കൂടെയുള്ള ദാവീദോ കൂട്ടരോ ആണോ? അല്ല. ഇവിടെ നാദാബും അബീഹവും പെട്ടുപോയത് സ്വന്തം കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ ചെയ്തത്? അല്ല. ഈ 3 സ്ഥലത്തും പ്രവർത്തിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമ. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ കരമ. ആ സെക്കൻഡിൽ 2 പുത്രന്മാരും ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന അപ്പന്റെ മക്കളാ. ഇവരും ശുശ്രൂഷകന്മാരാ. സ്വർഗത്തിലെ ദൈവം അന്ന് അഹരോന്റെ വടി തളർത്തു, പൂത്തു, ബദാം കായ്പിച്ചു. 11 ഗോത്രങ്ങളുടെ നടുവിലും ഇവനെയാണ് ഞാൻ പുരോഹിത ശുശ്രൂഷകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഏറ്റവും അധികമായിട്ട് ഉയർത്തിക്കാണിച്ചൊരു മനുഷ്യന്റെ മക്കളാണ് നാദാബും അബീഹുവും. അപ്പോ ആമേശ്വത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? പിള്ളേര് ചോദിച്ചു, അല്ലെങ്കിൽ പിള്ളേര് ചിന്തിച്ചു. കുറച്ച് തീ പുറത്ത് നിന്ന് കൊണ്ടുവന്ന് കത്തിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? കത്തിച്ചു. സംഭവിച്ചത് വേറൊരു തീ ഇറങ്ങി. ആമേശ്വരം ഒരു നാച്ചുറൽ തീ ആമേശ്വരം സ്വർഗത്തിൽ നിന്നിറങ്ങി. 2 എണ്ണത്തിനെ കാണുന്നില്ല. അന്ന് പുരോഹിതനായിരിക്കുന്ന അപ്പനും പേടിച്ചുപോയി, അഹരോനും പേടിച്ചുപോയി. അയ്യോ, എങ്ങനെ ഞാൻ ഇനി ദൈവസന്നിധിക്ക് അടുക്കും? അന്ന് മുതൽ ആ ചട്ടങ്ങൾക്ക് ഉറപ്പ് വന്നു കേട്ടോ പ്രിയ മക്കളെ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഭയപ്പെടുക. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതും നാട്ടിൽ സംസാരിക്കുന്നതും ജോലി സ്ഥലത്ത് സംസാരിക്കുന്നതും ഓഫീസിൽ സംസാരിക്കുന്നതും ആലയത്തിൽ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ നിരൂപിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും കാണുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഈ ദിവസം വരെ എൻ്റെ ഹൃദയത്തിനകത്തളത്തിൽ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോയിട്ട് എനിക്ക് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. ഇതറിയിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്. ഇനി നോക്കണം. ഇന്ന് ഇത് അറിയിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം. വായിക്കാം. പത്രോസ് എഴുതിയ ലേഖനം, 2 പത്രോസ് എഴുതിയ ലേഖനം. അപ്പോൾ 1 പത്രോസ് എഴുതിയ ലേഖനം 4:17 കൂടി വായിക്കണം. 2 പത്രോസ് എഴുതിയ ലേഖനം 2:21 നമ്മൾ വായിച്ചത്. വായിക്കാം. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. ആമേൻ സ്തോത്രം. 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ന്യായവിധി ആരിലാണ് ആദ്യം തുടങ്ങുന്നത്? ആരിലാണ്? നമ്മിലാണ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് തെരുവിലും പട്ടണങ്ങളിലും ദേശങ്ങളിലും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളൊക്കെ കേട്ടെന്നാലും വിളിച്ചു പറയുന്നുണ്ട്, ദൈവമുണ്ട്, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അനേകരെ ആമേശ്വരം കർത്താവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലര് മറുവാക്ക് പറഞ്ഞും എതിർത്ത് നിന്നും ദോഷം പറഞ്ഞും കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ വാക്യം ഉള്ളിൽ തട്ടുന്നത് കൊണ്ടാ
ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? പ്രീസലോ, നമ്മളിലാ തുടങ്ങുന്നത്. ഇന്നൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കണം. ഇന്നൊരു തീരുമാനം. സ്വതം കഴിഞ്ഞ ദിവസം പോലെയുള്ളതല്ല. ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തത്തില്ല, എൻ്റെ സംസാരം ഇങ്ങനെ തന്നെയായിരിക്കും, എനിക്ക് ഇത്രയും പ്രായമുണ്ടെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇന്ന് ദൈവം അറിയിക്കേണ്ടതിനാണ്. വളരെ ശാന്തമായി വചനത്തിന്റെ പല ഏടുകളിലും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തന്നെ നാശത്തിന് കാരണമായി തീരരുത്. വാക്കും പ്രവൃത്തികളും നമ്മുടേതായ നടപ്പും ഇരിപ്പും സംസാരം എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന പോലെ തന്നെയാകട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ആശംസിക്കുകയാണ്. അതല്ല എങ്കിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി തീരണമെന്ന് ഇന്ന് പകലിൽ ദൈവജനം തിരിച്ചറിയണം. ഹല്ലേലൂയ. വായിച്ച വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിപ്പിക്കുന്നു. തങ്ങൾക്ക് പത്രോസ് 2:21 തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? അകത്തിന്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇത് പറയണം, ജനത്തിന്റെ കാതുകൾ കേൾക്കത്തക്ക നിലവാരത്തിൽ. ഹബക്കുക്ക് പ്രവാചകനോട് പരിശുദ്ധ ദൈവം പറയുന്നത്, അത് പലകയിൽ നീ എഴുതി വെക്കണം. ഓടിപ്പോകുന്നവനും വേഗത്തിൽ വായിക്കത്തക്ക നിലവാരത്തിൽ അത് വലിപ്പത്തിലുള്ള അക്ഷരമായിട്ട് നീ എഴുതി വെക്കണമെന്ന് അന്ന് ഹബക്കുക്കിനോട് സ്വർഗത്തിൽ ദൈവം പറഞ്ഞു. ഇതുപോലെ 1, 2, 3, 4 പ്രാവശ്യം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതും എന്തിനെന്ന് വെച്ചാൽ ഇനി അറിഞ്ഞിട്ടില്ല എന്ന് പറയാതിരിക്കേണ്ടതിന് ഇന്ന് മുതൽ വളരെ ശ്രദ്ധിച്ചേക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുമെന്ന് പറയുന്ന നമ്മുടെ നാവ് പിന്നെ തോതിൽ ദൈവശല്യം എത്രത്തോളം വിധേയപ്പെടുത്തി കൊടുത്തെന്നാലും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത നിലവാരങ്ങൾ വന്നിരിക്കാം. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. നമുക്ക് തിരിച്ചു വരാം. നന്മ പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, ഉയർച്ച പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം, വാക്തത്വങ്ങളെ പ്രാപിക്കണം. പരിശുദ്ധ ദൈവം നമുക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസ്വലിലടക്കാം. നമുക്ക് ദൈവത്തോട് അടുത്തു ചെല്ലാം. നമുക്ക് ദൈവസ്വലിൽ പ്രാർത്ഥിക്കാം. ഋഗമന ഹസ്തൽ കടകരക്ഷമാനകസി അന്തരാജകൽപ്പവിടമനകക്ഷുതരകസി അന്തരാജനകസി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയിരിക്കുന്ന കൽപ്പനകളെ അതിൻ്റെതായ എല്ലാ വശങ്ങൾ അറിഞ്ഞതിന് ശേഷം വിട്ട് കളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് നന്നായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തെ തട്ടി സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ വചനം ബോധ്യപ്പെടുന്നുണ്ട്? മാസങ്ങൾ വർഷങ്ങളായിട്ട് ഹൃദയത്തിന്റെ അനുഭവത്തിന് ഒരു തരിമ്പ് പോലും വ്യത്യാസം വരുത്താതെ ഞാൻ ഇങ്ങനെ തന്നെ പോകും, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ടോടും, ആര് എന്നെ നന്നാക്കും, ആരെന്നെ ക്രമീകരിക്കും, സ്തോത്രം എന്ന ചിന്തകളോടുകൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്സിയാവേ, നിന്റെ ഹൃദയം നിന്റെ നാശത്തിനായിട്ട് നിഗളിക്കുകയാണ്. വിട്ടു പിരിഞ്ഞ ദൈവസ്ഥലേക്ക് അടുക്കുക. നിന്റെ ചിന്തയാണ് പെട്ടകത്തെ നിനക്ക് തടുത്തു നിർത്താൻ കഴിയുമെന്ന്. സ്വതം നാദാവേ, അബിഹുവേ, നിങ്ങളുടെ ചിന്തയാണ് ഇങ്ങനെയും ദൈവത്തിന് യാഗം നടത്താൻ അന്യാഗ്നി കൊണ്ടും ദൈവം പ്രസാദിക്കുമെന്നുള്ളത് ഒരിക്കലുമില്ല. ദൈവം ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഇതിനേക്കാൾ കട്ടുകൂടിയതാണ് പലതും. അറിഞ്ഞതിനു ശേഷം അത് വിട്ടുകളയരുത്, മുറുകെ പിടിക്കണം. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വചനം കേട്ട് അതിനെ ആചരിക്കുന്നവരായി തീരുവാൻ ആത്മാവിൽ നമുക്കൊന്ന് ഒരുക്കപ്പെടാം. പ്രിയ മക്കളെ, പരിശുദ്ധ ദൈവം നമുക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. തലകളെ വണക്കി ഇന്ന് പകല് തീരുമാനമെടുക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ.
അവരുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ, വാതിലുകൾ ദൈവം തുറക്കണം. പുതിയ തലങ്ങൾ പരിശുദ്ധാത്മാവ് അവർക്ക് ഒരുക്കണം. ആത്മാവിന്റെ വലിയ പ്രവൃത്തി അവരനുഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്കെല്ലാവരും